എല്ലാവർക്കും ലിഷ റെസിപ്പീസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഞാൻ ഇന്നിവിടെ ചിക്കൻ കൊണ്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ മസാല ഫ്രൈ. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിന് ഏത് പീസ് വേണമെങ്കിലും എടുക്കാം. ബോൺലെസ് തന്നെ വേണമെന്നില്ല. ഏത് പീസും നമുക്ക് ഇതിന് വേണ്ടി എടുക്കാം. ഇത് നമ്മൾക്ക് ആദ്യമേ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു 2 മണിക്കൂർ നേരത്തെങ്കിലും ഫ്രിഡ്ജിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. വലിപ്പമുള്ള നാരങ്ങ ആണ്, ചെറുതാണെങ്കിൽ 2 എണ്ണം വേണ്ടി വരും. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ അങ്ങനെയാണ് ചേർത്തിരിക്കുന്നത്. കാരണം നമുക്ക് എരിവും കിട്ടും, കളറും കിട്ടും. പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു സവോള അരിഞ്ഞത് വറുത്തെടുക്കണം. അതിലേക്കായി ഒരു സവോള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. സവാള നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെക്കുക. ആ വറുത്ത എണ്ണയിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം. ചിക്കൻ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തുറന്ന് വെച്ച് നമ്മൾ വേവിക്കണം. ആ ചിക്കനിലെ വെള്ളം ഉണ്ട്, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആ ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങി വന്ന് അങ്ങനെ ആ ഹൈ ഫ്ലെയിമിൽ തന്നെ തുറന്ന് വെച്ച് തന്നെ ഇത് നമ്മളൊരു 10 മിനിറ്റ് വയ്ക്കുക, വേവിച്ചെടുക്കുക. ഇത് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിപ്പമുള്ള ടൊമാറ്റോ ആണെങ്കിൽ 1 എണ്ണം മതി. അത് നമ്മൾ ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ടൊമാറ്റോ ഏകദേശം ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല,
ടീസ്പൂൺ ചിക്കൻ മസാല. ഈ സമയത്ത് നമുക്ക് എരിവ് പോരായ്കയുണ്ടെങ്കിൽ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പ് ഒക്കെ നമുക്ക് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഹൈ ഹീറ്റിലിട്ട് മസാലയൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇത് മൂടി വെച്ച് നമ്മളൊരു 15 മിനിറ്റ് ലോ ഹീറ്റിൽ വേവിച്ചെടുക്കണം. ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വെട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. സവോള ചേർത്തതിന് ശേഷം 2 മിനിറ്റ് കൂടെ നമ്മൾ മൂടി വെച്ച് വേവിച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചിക്കൻ മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി സ്വല്പം മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയുമാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണും വരെ താങ്ക് യു.